എന്താണ് ഇവളല്ലേ ആള്? ആ ഇവളല്ലേ. പിന്നെ പടച്ചോനെ വിചാരിച്ചപ്പോഴൊന്നും പറയല്ലേ, അവൾക്ക് കാക്കാനായിട്ടുള്ള ഇഷ്ടം പോവും, അതുകൊണ്ടാണ് ഇപ്പൊ ഒന്നും പറയരുതേ. ഇല്ല, പറയൂല. എടീ നമ്മളിപ്പോ ഇവിടെ എത്തുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. സക്സസ്ഫുള്ളി നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നു ഗൈസ്. അപ്പൊ നമുക്ക് ഇവിടെ സെറ്റ് ആവാം. പിന്നെ കാക്ക നിങ്ങളിവിടെ വർത്താനം പറഞ്ഞോളൂ കേട്ടോ, നിങ്ങള് പരിചയപ്പെട്ടോളൂ. ഹായ്, ഹലോ, എന്താ പേര്? അർഷാദ്. അല്ല, നിന്നെ ഞാൻ എവിടെ കണ്ടു മറന്ന പോലെ. എന്താ എന്റെ പേരെന്താ? എന്റെ പേര് നാസില്. എനിക്കും തോന്നി അന്ന് എവിടോ കണ്ണു മറന്ന മാതിരി. ഈ പേര് എനിക്കൊരു ഓർമ്മ ഉണ്ട്. ഈ ഈ എവിടെ പഠിച്ചത്? ഞാൻ മങ്ങാട് സ്കൂള്. ഞാനും മങ്ങാടാ പഠിച്ചത്. ആ, അതായിരിക്കും നമ്മള് ഇങ്ങനെ അറിയാൻ കാരണം. അല്ല, എന്നാലും എങ്ങനെയാണ്? എടാ, നീ ആ 10ാം ക്ലാസ് പഠിച്ച നമ്മള് രണ്ടാളൊപ്പം പഠിച്ചതാണ്. നിന്റെ അനിയത്തിന് ഈ വളക്കാൻ നോക്കിയത് ഓർമ്മ ഉണ്ടോ? എന്നിട്ട് നമ്മള് രണ്ടാളും ഭയങ്കര തല്ലേന്നു. അവള് ഞാൻ തരൂലെന്ന് പറഞ്ഞ് ഈ എനിക്ക് അവളെ തന്നെ വേണം തന്നുണ്ട്. ഇപ്പൊ ഉണ്ടാവും ഇഷ്ടൊക്കെ. മറന്നു കാണൂല. ഈ തന്നെയാണ് അർഷാദ്. എല്ലാം ഓർമ്മ ഉണ്ട്. ഇപ്പോഴാണ് ഓർമ്മ വന്നത്. ആ, നിങ്ങള് രണ്ടാളും നല്ല മാറിയല്ലോ. അന്നത്തെ കണക്കേ അല്ല നിങ്ങളിപ്പോ. നീയിപ്പോ എന്താ ചെയ്യുന്ന? എന്നെ കണ്ടാ പറയടാ മറന്നടാ. എന്റെ പൊന്നോ, അന്നത്തെ തല്ല് ഇപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. ഓർമ്മിപ്പിക്കല്ല പൊന്നു മോനെ, അന്ന് എന്തേ നമ്മള്. എന്റെ ആജന്മ ശത്രു നീ. അപ്പൊ ഇത് എന്റെ അനിയത്തിയല്ലേ? ആ, ഇന്റെ തന്നെ. എന്നടി ഈ എങ്ങനെ എന്റെ കാക്കാനോട് എത്തിച്ചത്? ഇപ്പൊ കിടച്ചോ? അയ്യപ്പ എന്നോട് പറഞ്ഞു ഇതിന്റെ കൊല്ലം മിക്കവാറും, അത് ഉറപ്പാ. ഈ കാര്യം പറയുന്നേ ഞാൻ പറഞ്ഞ എന്റെ കാക്കാനോട്, എനിക്കെന്റെ കാക്കാനിക്കൊരു ക്രഷ് ഉണ്ട്. എന്ത്? കൊല്ലരുത്, കാര്യം ഞാൻ പറയാം. ഈ ആഴ്ച ഒപ്പിച്ചേട് എന്നോടല്ലേ പറയാനല്ലേ കാക്കാനോട് എന്റെ കാക്ക വരുന്നത്. അപ്പൊ എനിക്കൊന്നും പറയാൻ കിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഏടി കാര്യം പറക്കാൻ നൽകിയാൻ തരാം. ഇനി ഞാൻ എങ്ങനെ എന്റെ കാക്കാന്റെ മുഖത്ത് നോക്കും? ഒന്ന് പറഞ്ഞോണ്ടാ. ഞാൻ എന്റെ കാക്കാൻ ആദ്യമായിട്ട് ഇപ്പൊ കാണണം. എന്ത് ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്റെ കാക്കാനെ കല്യാണം കഴിക്കാന്നുള്ള കാര്യമാണ്. വേറെ ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല മോളെ. ശുഭായിക്കണ്. എന്റെ മോന്തെ കുറ്റി അടിച്ച് ഞാൻ തിരിക്കുമ്പോ മോളെ എന്നോട് അതിനൊക്കെ പോയി പറയാൻ പറഞ്ഞു. ഞാന് മോളെക്കൊന്നും പറയാൻ കിട്ടണി എന്റെ കൈ. ഇനി ഒന്നും പറയണ്ട. നീ അതാകെ മാത്രം ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. പിന്നെ സന്തോഷമുള്ള ഈന്റെ നാത്തോനെ വരണേല്. നാത്തോന് കൂത്തൂനാണ്. അല്ലെങ്കിൽ ഞാൻ കോളേജിൽ സഹിക്കണം പറയാനിപ്പം പെരയിലൊന്നും സഹിക്കണം. എന്തേലും പറഞ്ഞ ഒഴിവാക്കി കൊണ്ട മോൻ. പൊന്നു മോളെ ഇച്ചിരി തലയിലാക്കല്ലേ. എന്റെ കാക്കാനൊക്കെ പ്രായമുള്ളവരല്ലേ. പിന്നെന്താണ് അതിനെ കെട്ടുന്നത്? ഇന്റെ കാക്കാനല്ല, എന്റെ കാക്കാനല്ലല്ലോ. എന്താണ് മോളെ പ്രായക്കാരൻ നോക്ക്. നിങ്ങൾ തമ്മിൽ 5 വയസ്സിന് ഡിഫറൻറ്റ് ഉള്ളു. പിന്നെന്താ ഇതൊക്കെ പൊയ്ക്കാ. എനിക്ക് പറയാൻ പറ്റില്ലെങ്കിൽ ഞാൻ പറഞ്ഞോ, ഇങ്ങോട്ട് നിൽക്ക്. പിന്നെ ഇവള് വെറുതെ പറഞ്ഞാണ് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞാണ്. ഞാൻ പറഞ്ഞോളാം, എനിക്ക് പറയാൻ പറ്റൂലേ. ഇന്ന് കിട്ടാ, ഞാൻ പോട്ടെ. എടി എനിക്ക് ഇന്നെ കണ്ടു മതിയായില്ലേ. എടി ഇങ്ങനെ എങ്ങാനും പോയി പറഞ്ഞോടത്ത നാളെ എനിക്ക് എന്റെ മയ്യത്ത് നിസ്കാരത്തിന് വരാം. പൊന്നു മോളെ പറയല്ലേ. പിന്നെ ഞാൻ എന്താ ചെയ്യാ? എടി ഇന്റെ കാക്കാനെ ഒരിക്കലും ഡിസ്റ്റർബ് ചെയ്യൂല. ആ കാര്യത്തിൽ ഈ പേടിക്കണ്ട. ആ, അങ്ങനാണേ ഓക്കെ. എടാ, ഇപ്പൊ ഞാൻ അനിയത്തിക്ക് ലവ് ഒക്കെ ഉണ്ടോ? എന്തിനാ മോനെ, പണ്ടത്തെ കോഴി സ്വഭാവം ഇപ്പോഴും മാറിയിട്ടില്ലല്ലേ? ആരെ പറഞ്ഞു എനിക്ക് കോഴി സ്വഭാവം ഉണ്ടെന്ന്? ഞാൻ ഒരു സത്യം പറയട്ടെ, അന്ന് ഞാൻ ഒരു പെണ്ണിനെ നോക്കിയത്, പിന്നെ ഒരാളെ നോക്കിയിട്ടില്ല എന്റെ അനിയത്തിനല്ലാതെ. അപ്പൊ ഈ ട്രൂ ആണ്. എടി പിന്നല്ലേ ഞാനൊരു കാര്യം പറയട്ടെ. എന്താ കാര്യം? പറയൂ. അല്ലെങ്കിൽ വേണ്ട, പിന്നെ പറയാം. പറഞ്ഞ മര്യാദക്ക് ഞാൻ പിന്നെ പറയാം മോളെ. വെയിറ്റ് ആക്കിയേ. എനിക്ക് കേൾക്കാതെ ഒരു സമാധാനം ഉണ്ടാവില്ല. എന്നോട് ആരും എനിക്ക് പറയാൻ പറഞ്ഞു. എനിക്ക് പറയാൻ തോന്നുമ്പോ പറഞ്ഞാ പോരെ. എന്റെ മനസ്സിലൊരു ഇതിന് കുത്തിവെച്ചിക്കല്ലേ ജി. മര്യാദക്ക് പറഞ്ഞ കാര്യം എന്താണ്? പറയാൻ എന്തായാലും ഇപ്പൊ പറയാൻ പറ്റില്ല. ഈ ഏരി മച്ചി എന്തായാലും പറഞ്ഞോ? ഞാനെന്ത് പറയാന്? ഞാൻ കേട്ട് എന്താണ് പോയി കരച്ചാളാ. പോടെ ഉടന്ന് നമുക്ക് ഐസ്ക്രീം എന്താ? ആ നമുക്ക് തിന്നാ. ഇക്കാക്കാരെ നമുക്ക് ഐസ്ക്രീം ഉണ്ടേ? എടാ, ഞാൻ സത്യത്തിൽ ഇവളെ മുഖത്തേക്ക് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അവള് ആദ്യത്തെ പോലൊക്കെ തന്നെ അവളെ കാണാന്. ഈയെ മാറിയിട്ടുള്ളൂ.
എടാ പ്ലീസടാ. പ്ലീസോ? പ്ലീസൊക്കെ എന്തിനാ? നമ്മള് ആദ്യ ശത്രുക്കളൊക്കെ ആയിരുന്നെങ്കിലോ ഇപ്പൊ ബുദ്ധിയൊക്കെ വെച്ചില്ലേ, നമ്മള് വലിയ ആൾക്കാരായില്ലേ. അപ്പൊ ഞാൻ എന്താ പറഞ്ഞത് എനിക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ? മനസ്സിലാവും. പൊന്നു മോനെ, ഇപ്പൊ എനിക്ക് അവളെ ആര് പ്രേമിച്ചാലും എനിക്കൊരു കുഴപ്പമില്ല. കാരണം ഞാനിപ്പോ എന്റെ കാര്യം അവളടുത്ത് ചെന്ന് പറഞ്ഞാല് അവളെ എന്റെ തലെടുത്തുകാണ്ട് വേറെ സ്ഥലത്തേക്ക് മാറ്റി വെക്കും. അപ്പോ ഈ എന്നെ കുറച്ച് സമയം എടുത്ത് അവളോട് പോയി പറയണതാണ് ഏറ്റവും നല്ല കാര്യം. ഐസ്ക്രീം 2 രൂപ വേണ്ടല്ല, അവിടെ തോളി. വേണം ഐസ്ക്രീം വേണം. ഹായ് ചേട്ടാ. ഹായ്. ഇവളേതാ? ചേട്ടൻ എനിക്ക് 2 ഫോട്ടോ എടുത്തരോ? എടുത്തരാലോ, പോകണ്ട. ഏതെങ്കിലും പെണ്ണുങ്ങളെ വന്ന് ചോദിക്കുമ്പോക്കിലും ഫോട്ടോ എടുത്തോടക്കം നിൽക്കണ കാലമാറ. അതിന് എനിക്കിപ്പോ എന്താ എടുത്തെടുത്തില്ലെങ്കിലും ആ പെണ്ണിന്റെ കാക്കാക്ക് നല്ല ചേരുണ്ടല്ലടി. എന്ത് നല്ല ചേരുണ്ട്, നല്ല മാച്ച് ഉണ്ടല്ലോ ഇവർ രണ്ടാളും. ക്യൂട്ട് കപ്പിൾ. അല്ല, ആ ഫസ്റ്റ് ഇപ്പൊ എന്താ വന്നതിന്റെ തൊള്ളേത്? അത് ഞാൻ കുരച്ചതാ. എന്താണ് ഈ കുരക്കല്? മനസ്സിലാവട്ടെ മോളെ, കളി കാര്യമായി തോന്നിട്ട. എന്ത് കളി കാര്യമാണ്? ഇതൊന്ന് വൈക്കിന്റെ പണ്ടത് നിൽക്കാൻ വയ്യ. അപ്പോളാണ് ചേട്ടനെ നമ്പർ തരുമോ എനിക്ക്? നമ്പറോ? ഇവളൊന്ന് ഞാൻ സോറി, എനിക്ക് ഇഷ്ടമല്ല. ബൈ ഓടി വാക്കച്ചി പുറത്തി. പിന്നെ കന്യാന്യത്തിന്റെ നമ്പർ തരുമോ? നമ്പറാ ഇപ്പൊ പറഞ്ഞുതരാം, ഒരു മിനിറ്റ്. 9845 ഇത് നമ്പറാ കിട്ടിയില്ലത്. ഒന്നു പോലെ ഇക്ക് പണി തരില്ലേ. കാരണം ഞാൻ എനിക്കിപ്പോ നമ്പർ തന്നാല് അവള് പറയും അവൾക്ക് എന്തായാലും മനസ്സിലാവും ഞാൻ തന്നാണ് നമ്പർ എന്ന്. അതുകൊണ്ട് എന്നെ കൊടുക്കല്ലേ, ഈ എങ്ങനെയാലും മേടിച്ചോ. അങ്ങനെ ഞാനും വിചാരിച്ച്